ഇത് കോഴിക്കോട് ഡീസൽ പവർ പ്രോജക്റ്റ് അഥവാ KDPP. ഉത്തര കേരളത്തിലെ വൈദ്യുതി വിതരണത്തിന്, പ്രത്യേകിച്ചും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള പീക്ക് ലോഡ് സമയത്ത് ഗുണമേന്മയുള്ള വൈദ്യുതി വിതരണം ചെയ്യുന്നതിനായുള്ള സുപ്രധാന ഊർജ്ജ നിലയം. 128 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഈ താപവൈദ്യുത നിലയം ഡീസൽ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ പ്രധാന ഇന്ധനം LSHS അഥവാ ലോ സൾഫർ ഹെവി സ്റ്റോക്ക് എന്നറിയപ്പെടുന്ന ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. പെട്രോൾ, ഡീസൽ എന്നിവ പോലെ ക്രൂഡ് ഓയിലിൽ നിന്നും ലഭിക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ് LSHS. 16 മെഗാവാട്ട് ശേഷിയുള്ള 6 ഡീസൽ ജനറേറ്ററുകളാണ് പ്രവർത്തനനിരതമായിട്ടുള്ളത്. ഓരോ ഡീസൽ ജനറേറ്ററും പ്രവർത്തിക്കുന്നത് 18 സിലിണ്ടറുള്ള ഒരു ഡീസൽ എഞ്ചിൻ, അത് 25,000 ഹോഴ്സ് പവറിൽ പ്രവർത്തിപ്പിക്കുന്ന ഡീസൽ എഞ്ചിനാണ് എൻ്റെ പ്രൈം മൂവർ ആയിട്ടുള്ളത്. കോഴിക്കോട് ഡീസൽ വൈദ്യുതി നിലയം നല്ലളം എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലാന്റ് നിലവിൽ വന്നതോടെയാണ് മലബാറിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കപ്പെട്ടത്. ഒരു വർഷം ഇവിടെ നിന്ന് ശരാശരി 300 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 16 മെഗാവാട്ട് ശേഷിയുള്ള 6 ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് കോഴിക്കോട് ഡീസൽ നിലയത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. $11 കിലോ വോൾട്ടിലാണ് ഇവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് ഇതിലത്തെ പ്രധാന ഇന്ധനത്തിൻ്റെ വില ഏകദേശം മെട്രിക് ടണ്ണിന് 6,000 രൂപയായിരുന്നത് ഇപ്പോൾ അത് 45,000-നും 50,000 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിലയേറിയ വൈദ്യുതിയാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. എന്നിരുന്നാലും പീക്ക് ലോഡ് സമയത്ത് വൈദ്യുതിയുടെ വില വളരെയധികം ഗണ്യമായി വരാറുണ്ട്. ഈ സമയത്ത് KDPPയിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് KSC ബോർഡിന് വളരെ സഹായകരമാകുന്നുണ്ട്. കൂടാതെ മലബാറിലെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. നിരവധി പ്രത്യേകതകളുള്ള ഒരു വൈദ്യുത നിലയമാണ് KDPP. LSHS എന്ന ഇന്ധനം അന്തരീക്ഷ ഊഷ്മാവിൽ കട്ടപിടിക്കുന്നത് കാരണം ഇത് നിശ്ചിത അനുപാതത്തിൽ ചൂടാക്കേണ്ടതുണ്ട്. ഇതിനായി പ്രത്യേക ഇന്ധനം ഉപയോഗിക്കാതെ ജനറേറ്ററിന്റെ യന്ത്രത്തിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന ഉന്നത ഊഷ്മാവിലുള്ള എക്സോസ്റ്റ് ഗ്യാസ് ബോയിലറിനകത്തുകൂടി കടത്തിവിട്ട് വെള്ളം തിളപ്പിച്ച് ആവിയുണ്ടാക്കിയാണ് ഈ ആവശ്യം നിർവഹിക്കുന്നത്. എൻജിൻ പ്രവർത്തിക്കാത്ത സമയത്ത് സ്റ്റീം ഉൽപ്പാദിപ്പിക്കാനായി ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോയിലർ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റീം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതിനായി 3 ബോയിലർ യൂണിറ്റുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. V കോൺഫിഗറേഷനിൽ 18 സിലിണ്ടറുകളുള്ള ഇവിടുത്തെ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 46 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ 18V46C വാട്സില എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ഒരു സൈഡിൽ ഒരു ബാങ്കിൽ 9 സിലിണ്ടറും മറ്റേ ബാങ്കിൽ 9 സിലിണ്ടറും, ഇതെല്ലാം കൂടി പിസ്റ്റൺ അതിനകത്ത് മൂവ് ചെയ്ത് ഒരൊറ്റ ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കുന്നു. ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന ഈ ഡ്രൈവ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് വഴി ഓൾട്ടർനേറ്റിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ 11 kV ഓൾട്ടർനേറ്റിൽ 11 kV വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് നേരെ ട്രാൻസ്ഫോർമറിലേക്ക് 11 kV 110 kV ട്രാൻസ്ഫോർമറിലേക്ക് പോയി സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള നല്ലളം 220 kV സബ്സ്റ്റേഷനിലേക്ക് പോകുന്നത്. കോഴിക്കോട് ഡീസൽ പവർ പ്രോജക്റ്റിന് ആവശ്യമായ LSHS സംഭരിക്കുന്നതിനായി പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. LSHS ശുദ്ധീകരിക്കുന്നതിനായി ഒരു ഫ്യൂവൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് KDPPയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എൻജിൻ തണുപ്പിക്കുന്നതിനാവശ്യമുള്ള വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി വളരെ വിപുലമായ സംവിധാനമാണ് KDPPയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനായി ഒരു പ്രത്യേക ജലശുദ്ധീകരണ പ്ലാന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മാലിന്യ സംസ്കരണത്തിനായി ഏറെ സവിശേഷമായ സജ്ജീകരണങ്ങളാണ് കോഴിക്കോട് ഡീസൽ പവർ പ്രോജക്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ഉപയോഗശൂന്യമായ ഓയിൽ സംസ്കരിക്കുന്നതിനായി ഒരു എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 46 സെൻറ്റിമീറ്ററോളം ഡയമീറ്റർ വരും. ഇത് ടർബോ ചാർജർ ഘടിപ്പിച്ചിട്ടുള്ള എഞ്ചിനാണ്. ടർബോ ചാർജർ വഴി ഇതിൻ്റെ കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. SOC ഗ്യാസ് അതിനുവേണ്ടി വേറൊരു ഇന്ധനം ഉപയോഗിക്കുന്നില്ല. SOC ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ടർബോ ചാർജർ കറക്കിയിട്ടാണ് കൂടുതൽ എയർ ഈ സിലിണ്ടറിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഖരമാലിന്യങ്ങൾ കത്തിച്ചു കളയാൻ ഇൻസിനറേറ്റർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണത്തിനായി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഓൺലൈൻ പൊല്യൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിനോ പരിസ്ഥിതിക്കോ യാതൊരു തരത്തിലുമുള്ള കോട്ടം തട്ടാതിരിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും KDPPയുടെ പ്രത്യേകതയാണ്. ഇവിടെ നിന്നും വമിക്കുന്ന പുക പുറത്തുവിടുന്നതിനായി 85 മീറ്റർ ഉയരത്തിലാണ് പുകക്കുഴൽ സ്ഥാപിച്ചിരിക്കുന്നത്. 45 മീറ്റർ താഴേക്കുള്ള പൈൽ ഫൗണ്ടേഷനിലാണ് പുകക്കുഴൽ ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ബലിഷ്ഠവും അതേസമയം ഏറെ കാര്യക്ഷമതയോട് കൂടിയതുമായ പുകക്കുഴലുകൾ വളരെ പൊക്കത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ പ്രദേശത്ത് മലിനീകരണം പരമാവധി കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു. പരിസ്ഥിതി പരിപാലനം ഉറപ്പുവരുത്തുന്നതിനായി വലിയ തോതിലുള്ള ഒരു ഹരിത കവചം KDPPയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 50 മീറ്റർ ദൈർഘ്യത്തിൽ പദ്ധതിയുടെ ചുറ്റുമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ഗ്രീൻ ബെൽറ്റ് പദ്ധതിയുടെ ശബ്ദ മലിനീകരണത്തിനും വായു മലിനീകരണത്തിനും തടയിടുന്നു. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണം കൂടിയാണിത്. ഡീസൽ ജനറേറ്റർ ഹാളിന്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നതും സൗണ്ട് പ്രൂഫായിട്ടാണ്. ഡീസൽ ജനറേറ്ററിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചാണ്. ഇവിടുത്തെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത്. സാധാരണഗതിയിൽ എൻജിൻ നിർമ്മാണ കമ്പനി നേരിട്ടാണ് ഇത് നിർവഹിക്കുന്നത്. ഏറെ പണച്ചെലവ് വരികയും ചെയ്യും. എന്നാൽ KDPPയിൽ KSEBയുടെ സാങ്കേതിക വിദഗ്ധരാണ് പൂർണ്ണമായും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഇത്തരം പദ്ധതികളിൽ ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഇത് സൂചിപ്പിക്കുന്നു. മലബാറിലെ ജനങ്ങൾ അനുഭവിച്ചു വന്ന വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കണ്ട പദ്ധതിയിൽ നിന്ന് ഒരു വർഷം ശരാശരി 300 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഉയർന്ന ചെലവിൽ നഷ്ടം സഹിച്ചാണ് KDPPയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നഷ്ടം സഹിച്ചും താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം പോലും പാഴാക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, അല്ലേ?